നമസ്കാരം. പുൽവാമയിൽ ജീവൻ ബലിയർപ്പിച്ച ജവാന്മാരുടെ ത്യാഗത്തിന് ഇന്ത്യ നൽകിയ മറുപടിയായിരുന്നു വ്യോമസേനയുടെ മിന്നലാക്രമണം. രണ്ടാം സർജിക്കൽ സ്ട്രൈക്ക് എന്നറിയപ്പെടുന്ന ഈ ആക്രമണം 300ഓളം ഭീകരരുടെ ജീവനെടുത്തെന്നാണ് ഇന്ത്യ പുറത്തുവിട്ട കണക്കുകൾ പറയുന്നത്. ബലാക്കോട്ട് ഭീകരാക്രമണ കേന്ദ്രം തകർത്തെന്ന് സംബന്ധിച്ച് ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസ്ഹറിന്റെ സഹോദരൻ മൗലാന അമറിന്റെ ശബ്ദരേഖയും പുറത്തു വന്നിരുന്നു. എന്നാൽ ബലാക്കോട്ടിൽ ഇന്ത്യ നടത്തിയെന്ന് പറയുന്ന സർജിക്കൽ സ്ട്രൈക്ക് നുണക്കഥയാണെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം. ആക്രമണം നടത്തുന്നതിന് മുമ്പ് യുദ്ധവിമാനങ്ങൾ ജെയ്ഷെ മുഹമ്മദിന്റെ ക്യാമ്പുകളുടെ ചിത്രങ്ങളും വീഡിയോകളും ശേഖരിച്ചിട്ടുണ്ട്. ഇത് രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ്. GPS പോലുള്ള നാവിഗേഷൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ബോംബുകൾ ലക്ഷ്യം കണ്ടത്. അവ ലക്ഷ്യം തെറ്റാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ ബോംബ് വർഷിക്കുന്ന ദൃശ്യങ്ങൾ അതിരഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ്. അതിനിർണായക ഘട്ടത്തിൽ മാത്രമേ ഇത് പുറത്തുവിടൂ. പാകിസ്ഥാൻ സേനയുടെ സാന്നിധ്യമില്ലെന്ന് പൂർണ്ണമായും ഉറപ്പുവരുത്തിയ ശേഷം മാത്രമാണ് ഇന്ത്യ ഓപ്പറേഷൻ നടത്തിയത്. മിന്നലാക്രമണ സമയത്ത് പാകിസ്ഥാൻ സൈന്യം 180 കിലോമീറ്റർ അകലെയായിരുന്നു. ആക്രമണം നടന്ന മണിക്കൂറുകൾക്ക് ശേഷം 35ഓളം മൃതദേഹങ്ങൾ പ്രദേശത്ത് നിന്ന് ആംബുലൻസിൽ കൊണ്ടുപോകുന്നത് കണ്ടുവെന്ന് ദൃക്സാക്ഷികളും പറയുന്നുണ്ട്. പാക് ചാര സംഘടന ISIയുടെ മുൻ ഉദ്യോഗസ്ഥൻ കേണൽ സലീം എന്നയാളും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ വാർത്തകളുമായി ഉടൻ തിരിച്ചെത്താം. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.